ഡൈനാമിക് സ്ട്രെച്ചിങ് ചെയ്യണം വർക്കൗട്ടിന് മുന്നേ എന്ന് പറയാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം. അതായത് ഒരു ഇഞ്ചുറി ഇല്ലാതെ ഒരു അത്ലറ്റിനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുക, വാമപ്പ് ചെയ്യിപ്പിക്കുക, അവൻ്റെ മെയിൻ ആക്ടിവിറ്റിയിലേക്ക് അവനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ അവൻ്റെ മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുകയും അവനെ ചെറിയ രീതിയിൽ മൈൽഡ് വാമപ്പ് അതിന് ശേഷം മെയിൻ വാമപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡൈനാമിക് സ്ട്രെച്ചിങ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യിപ്പിക്കണം എന്ന് പറയുന്ന ഒരു റീസൺ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജോയിൻസ് എല്ലാം ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ആ മൂവ്മെൻറ്റ്സിൻ്റെ റെസ്ട്രിക്ഷൻ ഓപ്പണായി കിട്ടും എന്നുള്ളതാണ്. ആ റെസ്ട്രിക്ഷൻ ഇല്ലാതെ മെയിൻ ആക്ടിവിറ്റി ചെയ്യാം. അപ്പോൾ മസിൽസ് ഇഞ്ചുറി ആവാതെ, ജോയിൻസ് ഇഞ്ചുറി ആവാതെ മെയിൻ ആക്ടിവിറ്റി ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഫുൾ ആക്ടിവേറ്റ് ചെയ്യും ഈ ഡൈനാമിക് സ്ട്രെച്ചിങ്. നമ്മുടെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ്റെ എഫിഷ്യൻസി അല്ല, നമ്മളൊരു ഒന്നെങ്കിൽ നല്ലൊരു ഗുഡ് റെസ്റ്റിന് ശേഷം, നല്ലൊരു ഉറക്കം എഴുന്നേറ്റ് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ വാമപ്പ് ചെയ്യാൻ പോകുന്നത്, വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെല്ലാം ആക്ടിവേറ്റ് ചെയ്യുക, നമ്മുടെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ദൗത്യം കൂടെ ഈ ഡൈനാമിക് സ്ട്രെച്ചിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധ്യമായിട്ട് കിട്ടും. അത് കാരണം കൊണ്ട് തന്നെ ഡൈനാമിക് സ്ട്രെച്ചിങ് വർക്കൗട്ടിന് മുന്നേ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് വർക്കൗട്ടിന് ശേഷം ചെയ്യേണ്ടത് ഭയങ്കര കമ്പൽസറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ചെറിയ ഗ്രാസ് റൂട്ട് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചാലാണ് അവർ പിന്നീട് അത് ഫോളോ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും കൃത്യമായിട്ട് അവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതുപോലെ തന്നെ പരിക്കുകൾ കുറയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യുന്നൊരു പോയിന്റ്. നമ്മുടെ കുട്ടികൾക്ക് ഇഞ്ചുറി ഇല്ലാതെ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വർക്കൗട്ട് ചെയ്യുമ്പോൾ അവർ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ പിറ്റത്തെ ഒരു സെക്ഷൻ അല്ലെ ചിലപ്പോൾ ഒരു ഫ്യൂ ഡേയ്സ് ചിലപ്പോൾ അവർക്ക് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിക്കുകൾ കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ റണ്ണിങ് ചെയ്യാനായിട്ടുള്ള, ജമ്പിങ് ചെയ്യാനായിട്ടുള്ള, ലിഫ്റ്റിങ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, ആ എല്ലാ കപ്പാസിറ്റീനെയും ബോഡി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. അത് ചെയ്യാനായിട്ട് മസിൽസിനെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള റെസ്ട്രിക്ഷൻസിനെ എല്ലാം ഹഡിൽസ് ചാടിക്കടന്ന് മുന്നോട്ട് പോയി ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, അതിനെ ബോഡി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഈ ഡൈനാമിക് സ്ട്രെച്ചിങ്. അപ്പം ഗ്രാസ് റൂട്ട് കുട്ടികൾ മുതൽ നല്ല സീനിയർ അത്ലറ്റ്സ് വരെയുള്ള എല്ലാ അത്ലറ്റ്സും നല്ല രീതിയിൽ ഡൈനാമിക് സ്ട്രെച്ചിങ് ചെയ്തിട്ട് വേണം ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങളുടെ വർക്കൗട്ട് വീഡിയോസ് നിങ്ങൾ കാണുക. ഡെയിലി റൊട്ടീനായിട്ടുള്ള വർക്കൗട്ട് കാണാൻ താല്പര്യമുള്ളൊരു ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ സൈഡ് ലഞ്ചസ് ചെയ്തത് അവിടെ നിങ്ങൾ ചെയ്തു പോയിക്കേ. അപ്പർ ബോഡിയൊക്കെ സ്റ്റേബിളായിട്ട് വയ്ക്കും കേട്ടോ. നേരെ വയ്ക്കും, അപ്പർ ബോഡി താഴെ കുഞ്ഞിക്കുമല്ല. തിരിച്ചിങ്ങോട്ട് ജോഗ് ചെയ്തു പോകും. കൈ തലവാക്കിലേക്ക് അപ്പർ ബോഡി സ്റ്റേബിളായിട്ട് നേരെ നിർത്തിക്കേ.
അവിടെ തിരിച്ചിട്ട് ജോഗ് ചെയ്ത് പോട്ടെ. കൈ നിവർത്തി പിടി, ഫുൾ എക്സ്റ്റെൻഡ് ചെയ്ത് പിടി, ചെവിയിൽ മുട്ടി നിൽക്കട്ടെ, ഫുള്ളായിട്ട് നിവർന്ന് നിൽക്കട്ടെ. നേരെ നോക്ക്. നിങ്ങൾ നടക്കുമ്പോൾ കാലിന് ടോ ഫ്രണ്ടിലേക്ക് പോകുന്ന ടോ ബാക്കോട്ട് പിടിക്കും മൊത്തത്തിൽ. ആ ടോ പൊന്തട്ടെ മുകളിലേക്ക്, ടോ പൊന്തട്ടെ ആയിട്ടേ. ആ അങ്ങനെ പൊന്തട്ടെ, ടോ മുകളിലേക്ക് പൊന്തട്ടെ. ആ കൈ മുകളിലേക്ക് പൊന്തിച്ച് താഴേക്ക് റീച്ച് ചെയ്ത് ഫ്രണ്ടിൽ വെച്ച് നിലത്ത് ഡ്രാഗ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഹൈപ്പർ എക്സ്റ്റൻഷൻ പൊന്തിക്കുക. നിലത്ത് വെച്ച കൈ ഡ്രാഗ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോട്ടെ, ഹൈപ്പർ എക്സ്റ്റൻഷൻ. യെസ്, അതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് ബാക്കോട്ടും പോട്ടെ. മുമ്പോട്ട് കയറി നിന്ന് 2 സ്റ്റെപ്പ്. ആ വീണ്ടും ഫ്രണ്ടിലേക്ക് ഡ്രാഗ് ചെയ്തോ. യെസ്, പരമാവധി കൈയുടെ മുട്ടും കാലിൻ്റെ മുട്ടും മടക്കാണ്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. രണ്ട് സ്റ്റെപ്പ് കയറി മുമ്പോട്ട് നീട്ടി വെച്ചോ. ആ കൈ മൊത്തം കുത്ത്. അലക്ഷ കഴിഞ്ഞ് വരട്ടാ. പോട്ടെ. പോട്ടെ, തിരിച്ച് ജോഗ് ചെയ്ത് പോട്ടെ. കഴിഞ്ഞാ ഒരു 5 സ്പ്രിൻറ്റ് പോട്ടെ. ഇവിടെ ചെയ്താൽ മതി, സ്പൈക്ക് കിട്ടോ. ആ 20 മീറ്റർ ഫുൾ ആക്സലേഷൻ കിട്ടാൻ വന്നു ചെയ്തോ. ലഞ്ചസ് റൈറ്റിലേക്ക് ഫ്രണ്ടിലേക്ക് ഇട്ടിച്ച് ഫ്രണ്ടിലേക്ക് കയറ്റി വയ്ക്കുക. നന്നായിട്ട് കയറ്റി വയ്ക്കുക. എന്നിട്ട് ലെഫ്റ്റ് കൈ കുത്ത്, മറ്റേ കൈ മേളിലേക്ക് മുന്തിക്കുക. ലെഫ്റ്റ് കൈ ഏതാ സാൻഡ്രായ? സോറി, റൈറ്റ് കൈ. ആ മേളിലേക്ക് നോക്കാം, മേളിലേക്കുള്ള കൈയൊക്കെ നോക്ക്. ഓക്കെ, കൈ തിരിച്ചെടുത്തോ. 2 കൈ നിലത്തുണ്ടോ. ആ ഇനി അവിടെ നിന്ന് നീറ്റോ. അടുത്ത കാലം കയറ്റി വയ്ക്കുക. ആ കുത്ത്, മേളിലേക്ക് പോണ കൈയിലേക്ക് നോക്ക്. ലഞ്ചസിലിരിക്കും ആദ്യം നന്നായിട്ട്. ആ ഫുൾ ലഞ്ചസിലിരിക്കും. ആ ഹോൾഡ് ചെയ്യണ്ട. സാൻഡ്ര ആദ്യം ലഞ്ചസിലിരുന്നേ, നന്നായിട്ട് പ്രോപ്പറായിട്ട് ലഞ്ചസിലിരുന്നേ. ആ ഇനിയാ കൈ കുത്തിക്കേ. ഇനി മേളിലേക്ക് നോക്കിക്കേ. ആ ഇനി എനിറ്റുവാ. ആ ലെഫ്റ്റ് കൈ നിലത്ത് കുത്ത്. ആദ്യം ലഞ്ചസിലിരിക്കും. സാൻഡ്ര ലഞ്ചസിലിരിക്കുള്ള അടി. ലഞ്ചസിലിരിക്കേ. ഒരു കാലം കേട്ടിച്ച് മുമ്പോട്ട് അടുത്ത കാലിൽ അടുത്ത സ്റ്റെപ്പോട്ട് ലഞ്ചസിലിരുന്ന് ഇനി കൈ കുത്തിക്ക്. ഇവിടെ എൻ്റെ കൈ കുത്തണേ. ഇങ്ങനെ നേരം മേളിലേക്ക് വന്നിരിക്കുക. ഈ കൈയിലേക്ക് നോക്കില്ല. ആ ഓക്കെ, ഇനി കേട്ടി വയ്ക്കും. നിൽക്ക്. 2 കൈ ആദ്യം നിലത്ത് വയ്ക്കും. 2 കൈ നിലത്ത് വയ്ക്കും. ആ കൈ ഉള്ളിൽ വയ്ക്കും. മറ്റേ കൈ ലെഫ്റ്റ് കൈ ഉള്ളിൽ വയ്ക്കേ. ആ ഇനി അവിടെ നിന്ന് ഈ കൈ മേളിലേക്ക് വന്നിരിക്കുന്നേരെ. ആ കൈയിലേക്ക് നോക്കും. ഓക്കെ, ഇനി എനിക്ക് കൈ നിലത്ത് വയ്ക്കും. ഇനി കൈ 2 കൊടുക്കും നിലത്തുനിന്ന്.
ഇനി എണീക്ക്, അടുത്ത കാലം കേട്ടിരിക്കും. ആ ചെയ്ത് നോക്കിങ്ങനെ രണ്ട് കൈ നിലത്ത് വെച്ച് വിടില്ല, രണ്ട് കൈ നിലത്ത് ഉള്ളിൽ വെച്ച്. ഇനി അവിടെ ഈ കൈകൾ മേടിച്ച് നോക്കിയേ, ഈ കൈയിലേക്ക് നോക്കും. ഓക്കെ, കൈ താഴെ വയ്ക്കുക, നിലത്ത് വയ്ക്കുക. ഇനി കൈ രണ്ട് വിളിച്ച് നിലത്തുനിന്ന് എടുക്കുക, കൊന്ത് അടുത്ത കാലം കേട്ടിരിക്കും. രണ്ട് കൈ നിലത്ത് വയ്ക്കുക. ആ യെസ്, ഇനി കൈ കൊണ്ടിരിക്കുക. പോട്ടെ. ആദ്യം കയറ്റി വയ്ക്കുക, രണ്ട് കൈ നിലത്ത് കൊടുത്ത് കൈ മുട്ട നിലത്ത് തരുന്നതിലേക്ക്. ഇനി കൈ വന്നിട്ട് മേളിലേക്ക്, ആ മേളിലേക്ക് വന്ന കൈയിലേക്ക് നോക്ക്. യെസ്, തരാം. മൊത്തം കുത്ര കൈയ്യേ, ടേബിൾ മൊത്തം കുത്തിക്കേ. ഹോൾഡ് ചെയ്യണ്ട അവിടെ. ആ ജസ്റ്റ് ആ കൈ ഇങ്ങനെ സ്വിങ് ചെയ്ത് മേളിലേക്ക് പൊന്നിട്ട് ആ കൈയിലേക്ക് നോക്കിയിട്ട് വീണ്ടും തിരിച്ചു കുത്തുക. അപ്പർ ബോഡി റൈസ് ചെയ്യുക. ആദ്യം രണ്ട് കൈ നിലത്ത് കുത്തണം. ആ എന്നിട്ട് അവിടെ നിന്ന് യെസ്. ആ ആ രണ്ട് കൈ മൊത്തം കുത്ത് കലേഷേ, മൊത്തം കുത്ര കയ്യേ. ആ അങ്ങനെ കുത്ത്, അങ്ങനെ നോക്കി. യെസ്, ബാക്കിലത്തെ റിയർ ലെഗിൻ്റെ നീസ് നിലത്ത് മുട്ടിക്കാണ്ട് നോക്കിക്കേ. ഇനി ചെയ്ത് ഓക്കെ. എനിക്കോ തിരിച്ച് ജോലി കൊടുക്കാൻ. ഓരോ സ്റ്റെപ്പ് വയ്ക്കുക. ഗ്രോയിങ് സ്ട്രെച്ച് ചെയ്യുക, താഴെ ഇരിക്കുക, വീണ്ടും കയറ്റി വയ്ക്കുക. ഗ്രോയിങ് സ്ട്രെച്ച് ചെയ്യുക, കയറി പോലെ താഴേക്കിരിക്കുക. ആ ഹോൾഡ് ചെയ്യണ്ട, ഒരു 2 seconds ഒക്കെ മതി. ഡൈനാമിക് സ്ട്രെച്ചിങ് ആണ്, അപ്പോൾ ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. കണ്ണാടി കാല് ഔട്ടറിലേക്ക് വെക്കടി. ഗ്രോയിങ് സെറ്റ് ആവുണ്ടോ? ആ ഓക്കെ, തിരിച്ച് ജോഗി ചെയ്തോട്ടെ. നേരെ നോക്കിക്കേ, നേരെ നോക്കി. മുമ്പിൽ പോണ ആളുടെ തലയുടെ ബാക്കിൽ നോക്കിക്കേ, മുമ്പിൽ പോണ ആളുടെ തലയുടെ ബാക്കിൽ നോക്കിക്കേ. ഓക്കെ, തിരിച്ച് ജോഗി ചെയ്തോട്ടെ. കേട്ടില്ല. കയറിയിടുന്നേ. ഓക്കെ, തിരിച്ച് ജോഗ് ചെയ്തു. ജോഗ് ചെയ്തോ. സിംഗിൾ ലൈൻ ആയിക്കോ, അകത്തകത്ത് കയറിക്കോ.